അങ്ങനെ സമയം പോകെ പോകെ നിങ്ങളൊരു ടീനേജർ കൊമോഡോ ഡ്രാഗണിൽ നിന്ന് ഒരു മുതിർന്ന കൊമോഡോ ഡ്രാഗൺ ആകുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നു ഈ ലോകം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലുതുമാണ്, ഒരേ സമയം ചെറുതുമാണ് എന്ന്. ഈ ഐലൻഡ് വളരെയധികം വിശാലമാണ്, പക്ഷെ അവിടെയൊക്കെ ഈ മറ്റു കൊമോഡോ ഡ്രാഗൺസിനെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ്. ഓരോ കൊമോഡോ ഡ്രാഗൺസും ഓരോ സ്ഥലങ്ങളും തങ്ങളുടെ ടെറിട്ടറിയാണെന്ന് പറഞ്ഞ് പിടിച്ചടക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും വേണ്ടേ സ്വന്തമായിട്ട് ഒരു ടെറിട്ടറി? ശരിക്കും മുതിർന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഹൗസ് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറുന്നത് പോലെ. പിന്നെ ആകെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫാമിലി ഹൗസും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ജനിച്ചത് മുതൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ തിന്നാൻ നോക്കുകയുമായിരുന്നു. പിന്നെ ഈ സ്വന്തം ടെറിട്ടറി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മെസ്സി കേരളത്തിലേക്ക് വരുമ്പോൾ അത് കാണാൻ ടിക്കറ്റ് എടുക്കുന്നത് പോലെ ആയിരിക്കും. കാരണം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭാഗ്യം, അത്യാവശ്യം നല്ല പ്ലാനിങ്, പിന്നെ അത്യാവശ്യം ഉന്തും തള്ളും ഒക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊമോഡോ ഐലൻഡ്സിന്റെ നിരപ്പുകളിലൂടെ രാപ്പകലില്ലാതെ സഞ്ചരിക്കുന്നു ആ പെർഫെക്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ അവസാനം നിങ്ങളുടേതാക്കാൻ പറ്റിയ ഒരു ടെറിട്ടറി നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാലാണ് യഥാർത്ഥ ടെസ്റ്റ് ആരംഭിക്കുന്നത്. ആ ടെറിട്ടറി നിങ്ങളുടേതാക്കുക എന്നത് തന്നെയാണ് ടെസ്റ്റ്. കാരണം സംഭവം നിങ്ങൾക്ക് പറ്റിയ ടെറിട്ടറി ഒക്കെ കണ്ടുപിടിക്കും, അത് സ്വന്തമാക്കാനും ആഗ്രഹിക്കും. പക്ഷെ പ്രശ്നം എന്തെന്നാൽ ആ ടെറിട്ടറികൾ മിക്കതും ഓൾറെഡി ഓക്യുപ്പൈഡ് ആയിരിക്കും. അതിന്റെ ഉടമസ്ഥൻ മിക്കവാറും നിങ്ങളുടെ ഡബിൾ സൈസുള്ള ഏതെങ്കിലും മുതിർന്ന കൊമോഡോ ഡ്രാഗണും ആയിരിക്കും.